രണ്ട് കാലും ഭയങ്കര വേദനയായതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. രണ്ട് കാലും നല്ല വളവുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ സുരേഷ് ഡോക്ടർ കാണിച്ചപ്പോൾ ആദ്യം ഒരു കാല് സർജറി ചെയ്തു. അത് അന്ന് തന്നെ പിറ്റേ ദിവസം അന്നത് വൈകുന്നേരം തന്നെ നടത്തിക്കാനും തുടങ്ങി. പിറ്റേ 2 ദിവസം ആകുമ്പോഴേക്ക് ആ കാലിൻ്റെ വേദന നല്ലവണ്ണം കുറഞ്ഞു. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കാലും സർജറി കഴിഞ്ഞു. ഇപ്പോൾ 2 കാലും കൊണ്ട് എനിക്ക് ശരിക്കും ഒരു വക നടക്കാൻ പറ്റുന്നുണ്ട്. ആക്രമിച്ചിട്ട് നല്ലവണ്ണം നടക്കുന്നുണ്ട്. വേദനയ്ക്ക് നല്ല ആശ്വാസമുണ്ട്. ഇത് 3-4 വർഷമായിട്ട് എനിക്ക് കാല് നല്ല വേദനയായിരുന്നു. ഒരു 2 ആഴ്ച മുന്നേ ഭയങ്കര വേദന വന്ന് ഒരടി നടക്കാൻ പറ്റാണ്ടായി. അപ്പോഴാണ് മകൻ വന്നിട്ട് കൂട്ടിയിട്ട് ഇവിടെ നല്ല ഡോക്ടർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത്. അന്ന് അവിടെ ഡോക്ടർ സുരേഷിനെ കണ്ട് അവർ എല്ലാം നോക്കിയതിൻ്റെ ശേഷം സർജറി അല്ലാണ്ട് വേറെ ഒന്നും ഇതിന് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സർജറിക്ക് സമ്മതിച്ചു. ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ശരിക്കും എനിക്ക് ഇപ്പോൾ വാക്കർ വെച്ചിട്ട് നല്ലവണ്ണം നടക്കാൻ പറ്റുന്നുണ്ട്. വേദനയ്ക്ക് നല്ല ആശ്വാസമുണ്ട്. അടുത്ത കാലിൽ അടുത്ത ഫ്രൈഡേ സ്റ്റിച്ച് അഴിക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ നല്ലവണ്ണം എക്സസൈസ് ഒക്കെ ചെയ്താൽ നല്ല വ്യത്യാസം ഉണ്ടാകുന്നു ഡോക്ടർ പറഞ്ഞു. അമ്മയെപ്പോലെ നോക്കിയിരുന്നു. എല്ലാവരും നല്ല സിസ്റ്റേഴ്സും നല്ല ഡോക്ടർമാരും എല്ലാം നല്ലത് തന്നെ. ഹോസ്പിറ്റലും എല്ലാ ആൾക്കാരും എല്ലാം നല്ലത് തന്നെ. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല. നല്ല സുഖമായിരുന്നു. ഇതെൻ്റെ അമ്മ രാധ. ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. അമ്മക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാല് മുട്ടുവേദന തുടങ്ങിയിട്ട് കുറേ കൊല്ലം ഒരു 8 ഇയേഴ്സായി മുട്ടുവേദനയായിട്ട്. ഞങ്ങൾ പല ആസ്പത്രികളിലും പോയി. പക്ഷേ അമ്മ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഇതിനിടക്ക് 2 ആഴ്ച മുമ്പ് നടക്കാൻ തീരെ പറ്റാതായപ്പം എൻ്റെ ബ്രദർ പറഞ്ഞു ഇവിടെ പാലക്കാട് ഒരു നല്ല ഹോസ്പിറ്റലുണ്ട്, നല്ല ഡോക്ടേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്നു. ഡോക്ടർ സുരേഷിനെ കണ്ടു. പല ഡോക്ടേഴ്സിനെ കണ്ടെങ്കിലും അമ്മക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല സർജറിക്ക് പോകണമെന്നുള്ളത്. പക്ഷെ ഇവിടെ വന്ന് ഡോക്ടർ സുരേഷ് കുമാറിനോട് സംസാരിച്ച് നല്ലൊരു കോൺഫിഡൻസ് കിട്ടിയപ്പോൾ ഒരു ധൈര്യം വന്നു, ചെയ്താൽ കൊള്ളാമെന്ന്. അപ്പോൾ വേറെ ഒരു നിവൃത്തിയില്ലാതുകൊണ്ട് സർജറിക്ക് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തു. നല്ല കെയറിങ് ആയിരുന്നു. ICUലെ സിസ്റ്റേഴ്സ് ആയാലും ശരി, വാർഡിലെ സിസ്റ്റേഴ്സ് ആയാലും ശരി, നല്ല കെയറിങ് ആയിരുന്നു. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം നല്ലതായിരുന്നു. കാറ്ററിംഗ് സർവീസ് ആയാലും നല്ലതായിരുന്നു. ഹൗസ് കീപ്പിംഗ് ആയാലും വെരി നീറ്റ്. അതുകൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ സൗകര്യങ്ങൾ വെച്ചിട്ട്. സർജറി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ലെഗിൻ്റെ സർജറി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം വന്നേരം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് കോൺഫിഡൻസ് കൊടുത്ത് അമ്മ നടക്കാൻ തുടങ്ങി. പെയിനും കുറഞ്ഞു. പിന്നെ രണ്ടാമത്തെ സർജറിക്ക് കുറച്ച് പേടിയുണ്ടായി. പക്ഷേ എല്ലാവരും വന്ന് നല്ല ബൂസ്റ്റപ്പ് ചെയ്ത് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അമ്മ വെരി ഹാപ്പിലി ഷി വാസ് ഗോയിങ് ടു ദ തിയേറ്റർ. സർജറി കഴിഞ്ഞ് വന്നിട്ടും നല്ല കെയർ കിട്ടി. ഇപ്പം നല്ല കാലിൻ്റെ ബൗ ഷേപ്പിലുള്ള കാല് ഇപ്പം നേരെ ആയിട്ടുണ്ട്. With the help of walker, she is walking. Very happy to see her walking straightly rather than bending and walking. So all the credit goes to the people who has helped in this surgery, both the doctors and all the staffs in this Avitis hospital. Usually surgery എന്ന് പറയുമ്പം എല്ലാവർക്കും പെയിൻ ആണ്, അങ്ങനെയാണ് തോന്നൽ. പക്ഷേ ഇത് ജസ്റ്റ് ഒരു പെയിൻലെസ് സർജറിയാണ്. Many people who have fear of pain can opt for this surgery. This is a painless surgery, I can say it.